നമസ്കാരം, ജന്മഭൂമിയിലേക്ക് സ്വാഗതം. അഴിമതി പരാതിയിലും സ്ത്രീപീഡന കേസുകളിലുമായി നട്ടം തിരിയുകയാണ് ആം ആദ്മി പാർട്ടി. അഴിമതിക്കെതിരെയും നേതാക്കന്മാരുടെ മറ്റു കൊള്ളരുതായ്മകൾക്കെതിരെയും രംഗത്ത് വന്ന ആം ആദ്മി പാർട്ടി തന്നെ അഴിമതി നടത്തുന്ന കാഴ്ചയാണ്. എന്നാൽ ആം ആദ്മിയുടെ എന്തൊക്കെ തട്ടിപ്പുകൾ പുറത്തു വരുമ്പോഴും അതൊക്കെ ചെയ്തത് BJP ആണെന്നും ആം ആദ്മി പാർട്ടിയിലെ നേതാക്കളെ റാഞ്ചാനുള്ള BJPയുടെ കളികളാണെന്നുമായിരുന്നു ആം ആദ്മി പാർട്ടിയുടെ സ്ഥിരം വാദം. ആദ്യമൊന്നും പ്രതികരിച്ചില്ലെങ്കിലും ഒടുവിൽ ശക്തമായി പ്രതികരിക്കാൻ ഡൽഹി BJP തീരുമാനിക്കുകയായിരുന്നു. BJP നിങ്ങളുടെ നേതാക്കന്മാരെ റാഞ്ചാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ, അത്തരം എന്തെങ്കിലും പരാമർശം നടത്തിയിട്ടുണ്ടെങ്കിൽ അതിനുള്ള തെളിവ് പുറത്തുവിടാൻ വെല്ലുവിളിച്ചുകൊണ്ട് BJP രംഗത്ത് വന്നു. ഒരു തെളിവും പുറത്തുവിടാതെ ആം ആദ്മി പാർട്ടി ഉരുണ്ടുകളി തുടങ്ങിയപ്പോൾ ഇതിങ്ങനെ വിട്ടാൽ ശരിയാകില്ല എന്ന് മനസ്സിലാക്കിയ ഡൽഹി BJP ആം ആദ്മിക്കെതിരെ കേസ് കൊടുക്കുകയും ചെയ്തു. ഈ പരാതിയിന്മേൽ ഇപ്പോൾ നടപടിയെടുത്തിരിക്കുകയാണ് ഡൽഹി കോടതി എന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. MLA-മാരെ റാഞ്ചാൻ ശ്രമം നടത്തിയെന്ന BJPക്കെതിരെ അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ ഉന്നയിച്ചതിന് ആം ആദ്മി പാർട്ടി നേതാവ് ആതിഷിക്ക് സമൻസ് അയച്ചിരിക്കുകയാണ് ഡൽഹി റൂസ് അവന്യൂ കോടതി എന്ന വാർത്തയാണ് പുറത്തു വന്നിരിക്കുന്നത്. ഡൽഹി BJP മീഡിയ ഹെഡ് പ്രവീൺ ശങ്കർ കപൂർ നൽകിയ മാനനഷ്ട കേസിൽ ജൂൺ 29-ന് കോടതിയിൽ ഹാജരാകാനാണ് കോടതി സമൻസ് അയച്ചിരിക്കുന്നത്. പാർട്ടിയിൽ ചേരാൻ BJP തന്റെ മേൽ സമ്മർദ്ദം ചെലുത്തിയെന്നും അല്ലെങ്കിൽ 1 മാസത്തിനകം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് മുഖേന അറസ്റ്റ് ചെയ്യുമെന്ന് BJP ഭീഷണിപ്പെടുത്തിയതായും ആതിഷി ആരോപിച്ചിരുന്നു. ഇതിനെ തുടർന്നാണ് ഏപ്രിൽ ആദ്യത്തോടുകൂടി BJP ആതിഷിക്കെതിരെ മാനനഷ്ടത്തിന് കേസ് കൊടുത്തത്. ഡൽഹി സർക്കാരിൽ നിന്ന് AAPയെ താഴെ ഇറക്കാനും നീക്കം ചെയ്യാനുമാണ് BJP ശ്രമിക്കുന്നതെന്ന് ആതിഷിയും കേജ്രിവാളും പത്രസമ്മേളനങ്ങളിലൂടെയും സോഷ്യൽ മീഡിയ പോസ്റ്റുകളിലൂടെയും പരസ്യമായി പ്രസ്താവിച്ചിരുന്നു. 21 MLA-മാരുമായി ബന്ധപ്പെട്ട് BJPയിൽ ചേരാൻ 25 കോടി രൂപ വീതം വാഗ്ദാനം ചെയ്തുമെന്നാണ് ആതിഷി പറഞ്ഞത്. ആം ആദ്മി നേതാവ് ആതിഷി തന്റെ വാക്കുകളിലൂടെയും സംസാരത്തിലൂടെയും പരാതിക്കാരന് അപകീർത്തികരമാകുന്ന തരത്തിൽ സംസാരിച്ചു. ഇത് പ്രഥമ ദൃഷ്ട്യാ പരാതിക്കാരന്റെ സൽപ്പേരിന് കളങ്കം ചാർത്തി എന്ന് കോടതിക്ക് ബോധ്യപ്പെട്ടു എന്നാണ് റോസ് അവന്യൂ കോടതി വ്യക്തമാക്കിയത്. ഇതോടുകൂടി ആളാകാൻ ശ്രമിച്ച് പണി കിട്ടിയിരിക്കുകയാണ് ആം ആദ്മി നേതാവ് ആതിഷിക്ക് എന്ന് പറയാം. ആം ആദ്മി പാർട്ടിയെ തുടക്കം മുതൽ എതിർത്ത പാർട്ടിയായിരുന്നു BJP. ആ പാർട്ടിയിൽ നിന്നും മന്ത്രിമാരെ റാഞ്ചാൻ BJP പരിശ്രമിക്കുന്നു എന്ന ആരോപണത്തെ അതുകൊണ്ട് തന്നെ ഡൽഹിയിലെ BJP നേതൃത്വം വളരെ രൂക്ഷമായിട്ടാണ് നേരിട്ടത്. എന്നാൽ അന്തരിച്ച മുൻ വിദേശകാര്യമന്ത്രി സുഷമ സ്വരാജിന്റെ മകളും ഡൽഹിയിൽ നിന്നുള്ള BJP നേതാവുമായ ബാംസുരി സ്വരാജ് ഒരു പരിധി കൂടി മുന്നോട്ട് പോയി. ആർക്ക് വേണം നിങ്ങളുടെ ഒന്നിനും കൊള്ളാത്ത നേതാക്കളെ എന്നാണ് ബാംസുരി സ്വരാജ് ആം ആദ്മി പാർട്ടി നേതാക്കളോടും ആതിഷിയോടും തുറന്നു ചോദിച്ചത്. ന്യൂസ് ഡെസ്ക്, ജന്മഭൂമി.